പിടിക്കടാ പിടിക്കടാ കയറ്റി വെക്കടാ. കളിമണ്ണിന്റെ റിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോയിൽ നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കളിമണ്ണിന്റെ റിങ് നമ്മൾ ഇറക്കുന്നതും കിണർ സെറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കിണറിൽ നമ്മൾ നല്ലതുപോലെ മണ്ണിടിഞ്ഞിട്ടുള്ള ഒരു കിണറായിരുന്നു. അപ്പോൾ ഈ കിണറിൽ നമ്മൾ അടിപൊളിയായിട്ട് കളിമണ്ണിന്റെ റിങ് യൂസ് ചെയ്തിട്ട് ചുറ്റും മെറ്റൽ സെറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഫില്ലിങ് കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കിണറുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളിമണ്ണിന്റെ റിങ് നിങ്ങൾക്കും കിണറുകളിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ടാൽ മതിയിട്ട്. അപ്പോൾ എന്തായാലും നല്ല വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും കൃത്യമായിട്ട് നമ്മുടെ കളിമണ്ണിന്റെ റിങ് പോലുള്ള റിങ്ങുകളാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മൾ സിമെന്റിന്റെ ഒക്കെ ഉപയോഗം കടന്നു വന്നതുകൂടി തന്നെ ഒരുപാട് ആളുകളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കളിമണ്ണിന്റെ റിങ്ങിന്റെ കടന്നു വരവ്. എന്തായാലും കളിമണ്ണിന്റെ റിങ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നാച്ചുറലാണ്, പിന്നെ എന്താ വെച്ചാൽ വെള്ളം നല്ല പൂജയിൽ വെച്ചിട്ടുള്ള വെള്ളം കണ്ടില്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും, നല്ല തണുത്തതായിരിക്കും. അപ്പോൾ നല്ല ഈ വേനൽക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകളിലൊക്കെ ഇതുപോലുള്ള കളിമൺ റിങ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള നല്ല അടിപൊളി പച്ചവെള്ളം നമുക്ക് വീട്ടിലേക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നാച്ചുറൽ ഫിൽട്രേഷനും ആയിരിക്കും, അതുപോലെ തന്നെ നല്ല കൂളിംഗ് ആയിരിക്കും, ശരീരത്തിനും വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പലരുടെയും ഒരു സംശയമായിരുന്നു നമ്മൾ എന്തൊക്കെ പണികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യാത്ത പണികളൊന്നുമില്ല, നമ്മൾ എന്ത് പണി കിട്ടിയാലും വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന പണിക്കാരാണ് കേട്ടോ നമ്മൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പണി നമ്മുടെ കിണറിൽ റിങ് ഇടാൻ കേട്ടോ. നല്ലതുപോലെ മണ്ണ് ഇടിഞ്ഞിട്ടുള്ള ഒരു കിണറായിരുന്നു. അപ്പോൾ ആ കിണറ്റിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കളിമണ്ണിൻ്റെ റിങ് ഇടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളത് ഭംഗിയായിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണ് ഇടിഞ്ഞിട്ടുള്ള ഒരു കിണറായതുകൊണ്ട് തന്നെ നമ്മുടെ കളിമണ്ണിൻ്റെ റിങ് ഇട്ടിട്ട് അതിൻ്റെ സൈഡെല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കളിമണ്ണ് റിങ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവർക്കും ഒരു സംശയമാണ്, കളിമണ്ണിൻ്റെ റിങ്ങിന് ബലമുണ്ടോ, അത് പൊട്ടുമോ, അത് എത്ര കാലം നിൽക്കും, മണ്ണല്ലേ സാധനം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വർഷങ്ങൾക്ക് മുമ്പുള്ള നന്നങ്ങാടി എന്ന് പറയുന്ന സാധനങ്ങൾ ഇപ്പോഴും യാതൊരുവിധ കേടുപാടുകളില്ലാണ്ട് ഇപ്പോഴും മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ ആളുകൾ കുഴിച്ചെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ വളരെ പുരാതനമായ കാലം മുതലേ ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ നല്ലതുപോലെ നല്ല ചൂളയിൽ വെച്ച് പൊള്ളിച്ചെടുത്തിട്ടുള്ള കളിമണ്ണ് ഒരിക്കലും നശിച്ചു പോവില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കളിമണ്ണ് റിങ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇപ്പോൾ കളിമണ്ണിൻ്റെ ഈ ഉപയോഗം നമ്മൾ തുടങ്ങിയതിന് ശേഷം തന്നെ ഈ കളിമണ്ണിൻ്റെ റിങ് ഉപയോഗിക്കുന്ന വീടുകളിലെ കിണറുകളിൽ നിന്നുള്ള വെള്ളം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നല്ല അമൃതിന് തുല്യമാണ് കേട്ടോ. കാരണം എന്തെന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളം എപ്പോഴും വളരെ പരിശുദ്ധമായിരിക്കണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും നമ്മളറിയാതെ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്, കിണറ്റിൽ സിമെൻറ്റിൻ്റെ റിങ് ഇട്ടിട്ട് അതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയാത്ത ഒരു സൈലൻറ്റ് കില്ലർ അതിൽ ഒളിഞ്ഞിരിക്കുന്നു സത്യം നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല കേട്ടോ. എന്ന് കരുതി എല്ലാ കിണറ്റിലും നമ്മൾ നമ്മുടെ സാമ്പത്തികമൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എങ്കിലും സിമെൻറ്റിൻ്റെ ഉപയോഗം മനുഷ്യൻ്റെ ശരീരത്തിന് അത്ര നല്ലതല്ല എന്നുള്ള സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എങ്കിലും സിമെൻറ്റിൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിയാത്തൊരു കാര്യമാണ്. നമ്മുടെ വീടുകളിലെ കിണറുകളിൽ സിമെൻറ്റിൻ്റെ ഉപയോഗം തുടങ്ങിയതിന് ശേഷം പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മളാരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രം. പക്ഷേ നാച്ചുറൽ, അതായത് പ്രകൃതിദത്തമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് വേറെ ആഫ്റ്റർ എഫക്റ്റോ ശാരീരിക പ്രശ്നങ്ങളോ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. എന്ന് കരുതിയിട്ട് നമ്മുടെ ആ ഒരു സിമെൻറ്റിൻ്റെ റിങ്ങിൻ്റെ ഒരു പ്രസ്ഥാനത്തെ ഞാൻ തള്ളി പറയുകയല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം. എന്തായാലും നമ്മുടെ കളിമണ്ണ് റിങ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നാച്ചുറലായിട്ടുള്ള നമ്മുടെ കളിമണ്ണായതുകൊണ്ട് തന്നെ ശരീരത്തിന് യാതൊരുവിധ ആഫ്റ്റർ എഫക്റ്റുകളും ഉണ്ടാവില്ല എന്നുള്ളതാണ് ആദ്യത്തെ സത്യം. പിന്നീട് നമുക്ക് കിട്ടുന്നൊരു മറ്റൊരു ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നല്ല കൂളിംഗ് ആയിരിക്കും വെള്ളം. നല്ല ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്ന പോലത്തെ നല്ല തണുത്ത, നല്ല പ്യൂരിഫൈ ചെയ്തുകൊണ്ടുള്ള നല്ല അടിപൊളി വെള്ളമായിരിക്കും നമുക്ക് എപ്പോഴും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കിണറിൻ്റെ അടിയിൽ നല്ലതുപോലെ മണ്ണിടിഞ്ഞിട്ടുള്ള സ്പേസിലേക്ക് എല്ലാം നല്ല കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ മെറ്റൽ ചവിട്ടി ഇറക്കി ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അടുത്തൊരു ലെയർ റിങ് വയ്ക്കുന്നത് കേട്ടോ എപ്പോഴും. അപ്പോൾ അതുപോലെ എല്ലാ ഭാഗങ്ങളിലും നല്ലതുപോലെ ഫില്ലിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും പിന്നീട് ആ കിണർ ഇടിയുക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ അത് നല്ല കൃത്യമായിട്ട് തന്നെ നമ്മൾ ആ മെറ്റൽ യൂസ് ചെയ്തിട്ട് നമ്മളത് പാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ റിങ് വയ്ക്കുമ്പോഴും നമ്മൾ ഓരോ ലെയർ ഇതുപോലെ മെറ്റലിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്തൊരു ലെയറിലേക്കുള്ള റിങ് ഇറക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കളിമണ്ണായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വളരെ
കെയർഫുള്ളായിട്ട് വേണം ഇതിലേക്കൊക്കെ ഇറക്കി വെക്കാനും സെറ്റ് ചെയ്യാനായിട്ട്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധനം വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇതെല്ലാം സ്ഥിരമായിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമായിരിക്കണം കേട്ടോ നമ്മുടെ കളിമണ്ണിൻ്റെ റിങ്ങെല്ലാം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ല എക്സ്പേർട്ട് ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ കളിമണ്ണിൻ്റെ റിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ കിണറുകളിൽ റിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലൊക്കെ കിണറ്റിൽ ഇതുപോലെ നമ്മുടെ കളിമണ്ണിൻ്റെ റിങ് ഇടണമെന്നാണെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റിയിട്ടുള്ള കറക്റ്റ് ടൈം ഇതാണ് കേട്ടോ. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മുടെ വേനലൊക്കെ അടുത്ത് നിൽക്കുകയാണ്, വെള്ളമെല്ലാം കുറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഭംഗിയായിട്ട് നമ്മുടെ വെള്ളം വറ്റിച്ചുകൊണ്ട് നമുക്ക് കിണറ്റിൽ ഇതുപോലുള്ള റിങ്ങുകളൊക്കെ സ്ഥാപിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കിണറ്റിലേക്ക് ചേറെടുക്കേണ്ട സമയമായിട്ടുണ്ട്. കിണറ്റിലെല്ലാം വെള്ളം അഴുക്കായിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മുടെ കിണറ്റിലെ വെള്ളമെല്ലാം ചേറെടുത്ത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ നല്ല തെളിനീര് നമുക്ക് കുടിക്കാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കിണറിൻ്റെ മുകളിലുള്ള പുല്ലുകളും ചെടികളെല്ലാം വളർന്ന് നമ്മുടെ കിണറിനെ നശിപ്പിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലുള്ള ചെടികളും മറ്റുമെല്ലാം ക്ലീൻ ചെയ്യേണ്ട സമയവും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള ജോലികൾക്കെല്ലാം നിങ്ങൾ ഇനി മറ്റൊരാളെ തേടി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമ്മളിൽ ആരെയെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ആരെയെങ്കിലും വിളിച്ച് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ലഭിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ നമ്മളവിടെ വന്ന് നിങ്ങളുടെ വർക്കുകൾ ചെയ്ത് തീർത്തു തരുന്നതായിരിക്കും. അപ്പോൾ തൃശ്ശൂർ ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ജോലികളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ നല്ലതുപോലെ വെള്ളത്തിന് ഉറവുള്ള ഒരു കിണറ്റിലാണ് നമ്മളിപ്പോൾ ഈ കളിമണ്ണിൻ്റെ റിങ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ കളിമണ്ണിൻ്റെ ഓരോ സ്റ്റെപ്പ് നമ്മൾ റിങ് ഇറക്കുമ്പോഴും അതുപോലെ തന്നെ മോട്ടർ വെച്ച് വെള്ളം അടിച്ച് വറ്റിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ ഇറക്കി വെക്കുന്നുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം നമ്മൾ ആ ഒരു ഓരോ ലെയർ വെച്ചിട്ട് അതിന് പാക്കിംഗ് എല്ലാം കൊടുത്ത് കറക്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ വെള്ളം മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കത് വളരെ പ്രയാസകരമായിരിക്കും ലെവലിംഗ് ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും നമ്മളതിൻ്റെ വെള്ളം അടിച്ച് വറ്റിച്ചതിന് ശേഷമാണ് നമ്മൾ ഓരോരോ ലെയറുകൾ വെച്ച് നമ്മൾ റിങ്ങിനെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ റിങ് വയ്ക്കുമ്പോഴും അതിൻ്റെ ഗ്യാപ്പുകളും ജോയിൻറ്റുകളും എല്ലാം പാക്കിങ് വെച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഒരു സെക്ഷനിലേക്കുള്ള റിങ് നമ്മൾ ഇറക്കി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 6ഓളം പേര് ചേർന്നിട്ടാണ് നമ്മൾ ഈ റിങ് ഇറക്കി വെക്കാൻ നോക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ 2 പേര് പുറത്തുണ്ട്. മൊത്തം 8 പേര് ചേർന്നാണ് നമ്മൾ ഈ ഒരു റിങ്ങിൻ്റെ വർക്ക് നമ്മളിവിടെ ചെയ്ത് തീർത്തിരിക്കുന്നത് കേട്ടോ. ഇത് മുമ്പ് ഒരു 9 അങ്കുല് വട്ടമുള്ള കിണറായിരുന്നു. നമ്മളതിനെ ചുരുക്കി 7 അങ്കുലിലേക്ക് മാറ്റുമായിരുന്നു കേട്ടോ. അതായത് നമ്മൾ അതിനെ കിണർ ചെറുതാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിനെ 7 അങ്കുലിലേക്കുള്ള റിങ് സെറ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഭാഗമെല്ലാം മെറ്റൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുകയായിരുന്നു കേട്ടോ. ഇനി നമ്മളിതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അവർ റിങ് വാർത്തിട്ടിട്ടുണ്ടായിരുന്നു. ആ റിങ് നമ്മളിതിന് ഏറ്റവും അവസാനം നമ്മളത് ഇനി ഒരു ലെയർ പൊട്ടിച്ച് കളയുകയാണ് ചെയ്യുക കേട്ടോ. അതായത് അതിൻ്റെ കിണറിൻ്റെ ഉയരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലുള്ള ഒരു റിങ് നമ്മൾ ഇനി പൊട്ടിച്ച് മാറ്റുകയാണ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി നമ്മൾ ഇതുപോലെ മെറ്റൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ കിണറ്റിലെ കളിമണ്ണിൻ്റെ റിങ് ഇറക്കുന്ന വളരെ മനോഹരവും അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടാർന്നതുമായിട്ടുള്ള ഒരു ജോലി കേട്ടോ. അപ്പോൾ കളിമണ്ണ് ആയതുകൊണ്ട് തന്നെ പലർക്കും സംശയമാണ് ഇത് പെട്ടെന്ന് പൊട്ടുമെന്നൊക്കെ. പക്ഷേ ഇതങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ഒരു സാധനമൊന്നുമല്ല നമ്മുടെ കളിമണ്ണിൻ്റെ റിങ് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. 4 സൈഡിൽ വെറും കയറിട്ട് കൊണ്ട് തന്നെ നമ്മളതിനെ പൊക്കി പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ സൈഡിലെല്ലാം നമ്മൾ വെള്ളം പിടിച്ച് നല്ലതുപോലെ മെറ്റലെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ കിണർ വളരെ മനോഹരമായി തന്നെ അത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കിണറുകളിലൊക്കെ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കാശ് വെറുതെ കളയുന്നുണ്ട്. പക്ഷേ നമ്മൾ കുടിക്കുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ദാഹജലം അതല്ലെങ്കിൽ ജീവജലം എന്നൊക്കെ പറയില്ലേ, അത്രയും മനോഹരമായിട്ടുള്ള ഈ കിണറ്റിലേക്ക് ഒരു വെള്ളം ഒരു ഗ്ലാസ് കുടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ വയറും മനസ്സും എല്ലാം നിറയും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകളുമായിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോ വരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ലിജോ സൈനിങ് ഓഫ്.